നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മുള്ളങ്കി കൊണ്ട് നല്ല കിഡിലൻ ടേസ്റ്റിൽ നല്ല ഹെൽത്തിയിലൊരു സാമ്പാറാണ് ഇപ്പോൾ ചെയ്യുന്നത്. വളരെ സാധാരണ സാമ്പാർ വെച്ച് നോക്കുമ്പോൾ കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു കടായി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് തവിടെണ്ണയാണ്. നമുക്ക് സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണ എന്ത് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ഇനി ഒരു ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് മല്ലിയിലയുടെ തണ്ടാണ്. ഇതുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. നല്ലൊരു ടേസ്റ്റാണ് ചേർത്ത് കൊടുക്കുമ്പോൾ. ഇത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഒരു 10-12 ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി നല്ലതുപോലെ ഇതുപോലൊന്ന് വഴന്ന് വരണം. അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ചേർത്ത് കൊടുക്കുന്നത് മുള്ളങ്കിയാണ്, റാഡിഷ്. ഒരു 2 വലിയ മുള്ളങ്കി ഉണ്ടായിരുന്നു. ഇതുപോലെ സാധാരണ നമ്മൾ സാമ്പാറിനൊക്കെ കട്ട് ചെയ്യുന്ന അതേ വലുപ്പത്തിൽ കട്ട് ചെയ്ത് അതങ്ങ് ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് 3 പച്ചമുളക് ഒന്ന് പിളർന്നത് ഇതങ്ങ് ചേർത്ത് കൊടുക്കാം. ഇതോട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഉടനെ തന്നെ നമുക്ക് 2 തക്കാളി, വലിയ 2 തക്കാളി അല്പം വലുതായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതൊക്കെ നല്ലതുപോലെ ഒന്ന് വഴന്ന് വരട്ടെ. ഇനി നമുക്കിതിലേക്ക് തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കാം. പച്ചവെള്ളം ചേർക്കരുത്, തിളച്ച വെള്ളം തന്നെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് സ്റ്റൗവ് ഓണാക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ ചെറുതായിട്ടൊന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞെടുത്തത് ഇതങ്ങ് ചേർത്ത് കൊടുത്തു. കുറച്ച് കറിവേപ്പിലൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഒരു 5 മിനിറ്റ് കൂടി. ഇപ്പോൾ ഏകദേശം ഇതൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ സാമ്പാർ പൊടിയോട് ചേർത്തിട്ട് നന്നായിട്ട് നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ സാമ്പാർ പൊടിയൊക്കെ ഒന്ന് മിക്സായി വരട്ടെ. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ച 1 കപ്പ് പരിപ്പ് ഞാൻ വേവിച്ചെടുത്താണ്. ഒരുപാട് അങ്ങോട്ട് വേവിച്ചുകൊണ്ട് ഉടഞ്ഞു പോയിട്ടില്ല. ആ ഒരു രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്താണ് വേവിച്ചെടുത്തിട്ടുള്ളത്. ആ പരിപ്പ് ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം. അത് നല്ല ചൂട് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു 7-8 മിനിറ്റ് ഇങ്ങനെ ഇരുന്നതൊന്ന് വേവട്ടെ. എല്ലാം കൂടെ ഒന്ന് മിക്സായി വരട്ടെ. നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് യോജിച്ച്. ഇപ്പോൾ അത് നല്ലതുപോലെ നമ്മുടെ സാമ്പാർ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മല്ലിയില കുറച്ചധികം തന്നെ ചേർത്ത് കൊടുക്കാം. ഈ മല്ലിയില മുള്ളങ്കിക്ക് നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കടുക് താളിച്ച് ചേർക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ തവിടെണ്ണ തന്നെയാണ് ചേർത്ത് കൊടുത്ത് 1.5 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുത്തു. പിന്നെ 1 ടീസ്പൂണോളം ചെറിയ ജീരകം, അത് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കണം. പിന്നെ ചെറിയ ഉള്ളി ചേർത്തിട്ട് കറിവേപ്പിലയും ഉണക്കമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് സാമ്പാറിലേക്ക് ചേർത്ത് കൊടുക്കാം. കിഡിലൻ ടേസ്റ്റിൽ നമ്മുടെ മുള്ളങ്കി സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ചെറിയ ജീരകം ചേർക്കാനായിട്ട് മറന്നു പോകരുത്. ഇത് ചേർക്കുമ്പോഴാണ് നമ്മുടെ മുള്ളങ്കി സാമ്പാറിന് അടിപൊളി ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ അതാ നല്ല കിടുക്കാച്ചി മുള്ളങ്കി സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. വീണ്ടും മറ്റൊരു നല്ല വിഭവമായി വരാം. താങ്ക്